പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവമക്കളെ, ചിലപ്പോഴൊക്കെ നമ്മുടെ ഫീലിങ്സ് എല്ലാം കോംപ്ലിക്കേറ്റഡ് ആകും. നമുക്ക് ഡിസ്കസ് ചെയ്യാൻ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. തന്നെയുമല്ല, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുമ്പോൾ നാം ഫ്രസ്ട്രേറ്റഡ് ആയി പോകും, അല്ലേ? ഇതൊക്കെ വരുന്നത് ചില കോംപ്ലക്സ് ഇമോഷൻസ് നമ്മളെ കയറി ഭരിക്കുന്നത് കൊണ്ട്. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 77 2, 3 വാക്യങ്ങൾ. സാം 77 വേഴ്സസ് 2 and 3. കഷ്ടദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു, രാത്രിയിൽ എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു. എൻ്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു. ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു. ഞാൻ ധ്യാനിച്ചു, എൻ്റെ ആത്മാവ് വിഷാദിക്കുന്നു. സ്തോത്രം. ഒത്തിരി മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഈ നാളിൽ നമ്മൾ കേൾക്കാറുണ്ട്, അല്ലേ? 11 വയസ്സിനും 17 വയസ്സിനും ഇടയ്ക്കുള്ള സ്റ്റുഡൻസിന് പോലും ഭയങ്കര ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ പിടിച്ചൊരു കാര്യങ്ങൾ നാം കേൾക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ കോവിഡൊക്കെ വന്നതിന് ശേഷം. അതുകൊണ്ട് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് അത് പ്രാധാന്യമർഹിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ ഫീലിങ്സൊക്കെ ഷെയർ ചെയ്യുവാൻ ഒരു നല്ല ദൈവമില്ലേ? അവൻ നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കും. എത്ര ഹെവിയസ്റ്റായിട്ടുള്ള ഇമോഷൻസ് ആണെങ്കിലും നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. സങ്കീർത്തനങ്ങളൊക്കെ നോക്കുമ്പോൾ സ്തുതിയുടെ പാട്ടുകൾ, ചിലതൊക്കെ ഓർത്തോർത്ത് പാടുന്ന കാര്യം, മാനസാന്തരത്തിലേക്ക് നമ്മെ നയിക്കുന്ന ചില പാട്ടുകൾ, എന്നാൽ അതോടൊപ്പം നിലവിളിയുടെയും ഡിസ്ട്രസ്സിൻ്റെയും ഒക്കെ സങ്കീർത്തനങ്ങളും ഉണ്ട്. സങ്കീർത്തനം 77 നോക്കുമ്പോൾ അത് നിറച്ച് ദുഃഖമാണ് നാം കാണുന്നത്. സങ്കീർത്തനം പല കാര്യങ്ങൾ സങ്കീർത്തനക്കാരൻ ചിന്തിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. എനിവേ, ഒരു കാര്യം ഞാൻ പറയാം. സങ്കീർത്തനക്കാരൻ വളരെ സത്യസന്ധതയോടെയാണ് അവൻ്റെ ഇമോഷൻസ് ദൈവത്തിൻ്റെ മുമ്പിൽ താൻ എക്സ്പ്രസ് ചെയ്യുന്നത്. ആസാഫിൻ്റെ സങ്കീർത്തനമാണ്, എന്നാൽ അതിനകത്ത് സ്തുതിയെക്കുറിച്ചും താൻ പറയുന്നുണ്ട്. ഈ സങ്കീർത്തനം നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മുടെ ദൈവം അകന്നിരിക്കുന്നൊരു ദൈവമല്ല. അവൻ എപ്പോഴും നല്ലവനാണ്, അവൻ വലിയവനാണ്. അവൻ്റെ വിശ്വസ്തതയും അവൻ്റെ വാഗ്ദത്തങ്ങളും എന്നേക്കുമുള്ളതാണ്. അതുകൊണ്ട് ദൈവമക്കളെ, തിരുവചനം നമ്മളെ ആശ്വസിപ്പിക്കാനുള്ളപ്പോൾ കാട് കയറി ചിന്തിക്കുവാൻ പോയേക്കരുത്. ചില ഇമോഷൻസ് നമ്മുടെ ഹൃദയത്തിൽ ബോട്ടിലപ്പ് ചെയ്ത് വരും. അപ്പോഴായിരിക്കും ആഴമേറിയ സങ്കടം നമ്മെ കയറി പിടിക്കുന്നത്. അത് സങ്കടപ്പെട്ടങ്ങ് തീർക്കാതിരുന്നാൽ അത് നമ്മെ ആങ്സൈറ്റിയിലേക്ക് നയിക്കും. എല്ലാ ഫീലിങ്സും പ്രിയ ദൈവപൈതലേ, ദൈവത്തോട് നീ ഷെയർ ചെയ്യുക. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ എല്ലാ ചിന്താകുലവും അവൻ്റെ മേലിട്, കാരണം അവൻ നമുക്കായിട്ട് കരുതുന്നതാണ്, അല്ലേ? ഈ സങ്കീർത്തനം 77 നമ്മളിപ്പോൾ പറഞ്ഞ 2, 3 വാക്യങ്ങൾ നോക്കുമ്പോൾ വളരെ ഓപ്പണായിട്ട്, വളരെ ഫ്രീ ആയിട്ട് സങ്കീർത്തനക്കാരൻ വേർബലി ദൈവമുമ്പിൽ കരയുക. ദൈവത്തെ ഓർക്കുമ്പോൾ ഹൃദയം വ്യാകുലപ്പെടുക എന്നാണ് പറയുന്നത്. അവൻ്റെ ബുദ്ധിമുട്ടിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും മധ്യത്തിൽ അവന് ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഒന്നും മങ്ങിപ്പോയി. അതുകൊണ്ടാണ് അവൻ ടയേർഡായത്, അവൻ ക്ഷീണിതനായി തീർന്നത്. എന്നാൽ ദൈവത്തെ അവൻ്റെ വല്ലഭത്വത്തോടെ കാണുവാൻ നാം ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവം മുമ്പാകെ ഇരിപ്പാൻ നാം സമയം മാറ്റിവെച്ചാൽ, നമ്മുടെ ഫീലിങ്സ് അവൻ്റെ മുമ്പിൽ നാം തുറന്നു പറഞ്ഞാൽ, ഞാൻ പറയട്ടെ, ദൈവം നമ്മുടെ നിലവിളി കേൾക്കും. നമ്മുടെ നിലവിളി കേട്ടാൽ അവൻ അടങ്ങിയിരിക്കത്തില്ല.
പ്രൈസ് ഗാഡ്. തീർച്ചയായിട്ടും അവൻ നമുക്ക് വേണ്ടി കരുതും. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. സീരിയസ് ആയിട്ട് നിങ്ങളൊരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക ദൈവം ഇതിലേ. മൂക്കിൽ കൂടെ ശ്വാസം അകത്തേക്ക് എടുത്തിട്ട് വായിൽ കൂടി ആ ശ്വാസം പതുക്കെ പുറത്തോട്ട് കള. ഇത് തീർച്ചയായിട്ടും ഡോക്ടേഴ്സും അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രൈസ് ഗോഡ്. സങ്കീർത്തനം 139:23 നോക്കുമ്പോൾ, സാം 139:23 നോക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ കാണുന്നുണ്ട് ആ വാക്യം: ദൈവമേ, എന്നെ ശോധന ചെയ്തെൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. പ്രൈസ് ഗോഡ്. നമ്മുടെ ദൈവത്തിന് നമ്മുടെ നിലവുകൾ അറിയാം. നോർമലായിട്ടുള്ള നിലവുകളാണെങ്കിലും നല്ലതായിട്ടുള്ള നിലവുകളാണെങ്കിലും. ഇന്നത്തെ പ്രസൻറ്റ് പെയിന് നിന്നെ തളർത്തിക്കളയാതെ കഴിഞ്ഞ കാലങ്ങളിലെ പാസ്റ്റ് ജോയ് ഉണ്ടല്ലോ, നീ അനുഭവിച്ച ആ സന്തോഷം, അതൊന്നോർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം എത്ര നല്ലവനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവത്തെ തന്നെ നമുക്ക് ഒന്നുകൂടി ആഴത്തിൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം പറ്റും. ഒരിക്കലും ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുവാൻ കുഞ്ഞെ നീ തുനിയത്തുമില്ല. നമ്മൾ സങ്കീർത്തനം 77 ആസാഫിനെ നോക്കുകയാണെങ്കിൽ ആ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ അങ്ങ് ചോദ്യങ്ങൾ ചോദിക്കുക ദൈവത്തോട്. നീ എനിക്ക് അനുകൂലമല്ലേ? നിൻ്റെ ദയ പോയോ? നിൻ്റെ വാഗ്ദാനം ഇല്ലാതായോ? കൃപ കാണിക്കാൻ നീ മറന്നോ? ഇങ്ങനെ അങ്ങ് ചോദിക്കുക. അതായത് അവനിൽ തന്നെ ദൈവത്തിൻ്റെ സത്യമായിട്ടുള്ള നേച്ചർ അറിയാമായിരുന്നിട്ടും താൻ ഡിബേറ്റ് ചെയ്യുക. പ്രൈസ് ഗോഡ്. എബ്രായ ഭാഷയിൽ ഈ ആങ്ഷ്യസ് എന്നുള്ള വാക്കിൻ്റെ വാസ്തവത്തിലുള്ള അർത്ഥം സ്പ്ലിറ്റ് മൈൻഡാണ്. അതായത് ആ മനസ്സിൽ ദൈവത്തിൻ്റെ സത്യമായിട്ടുള്ള അറിവുകളുമുണ്ട്, എന്നാൽ ആ നല്ല ദൈവത്തിൻ്റെ സ്വഭാവത്തെ സംശയിക്കുന്ന കാര്യങ്ങളുമുണ്ട്. ഇത് രണ്ടും കൂടെ കിടന്ന് വേവർ ചെയ്യുക. An anxious mind is constantly arguing with itself. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവാനിടയാകരുത്. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്നത് നാം ദൈവത്തെ സംശയിക്കാതെ അവൻ്റെ സ്വഭാവത്തെ വലുതായി കണ്ട് വിശ്വസിക്കുന്നതാണ്. അവനായിരിക്കുന്നത് പോലെ നമുക്കവനെ കാണാൻ കഴിയണം. ആങ്ഷ്യസ് ആയിട്ടുള്ള തോട്ട്സ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം എന്ത് ചെയ്യണം? ദൈവപാദവിടെ മുട്ടുകുത്തി തുറന്ന ഹൃദയത്തോടെ നമ്മുടെ കാര്യം ദൈവത്തോട് പറയണം. അതിന് നിനക്ക് പറ്റുമോ ദൈവ പൈതലേ? പ്രൈസ് ഗോഡ്. എന്നാൽ പിശാചുണ്ടല്ലോ, എപ്പോഴും ഡെപ്രസിംഗ് ആയിട്ടുള്ള തോട്ട്സ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിടും. ശത്രുവിൻ്റെ നുണകൾ നാം വിശ്വസിക്കാൻ പോകരുത്. അത് നാം നമ്മുടെ മനസ്സിൽ നിന്ന് തുടച്ച് കളഞ്ഞേക്കണം. നാം നമ്മുടെ സിറ്റുവേഷനെ ആങ്സൈറ്റിയുടെയും ഡിപ്രഷൻ്റെയും ഒക്കെ ലെൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നാം ദൈവത്തെ സംശയിക്കാനിടയാകും. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളോട് കാണിച്ച വിശ്വസ്തയെ ഓർക്കുമ്പോൾ ഒരിക്കലും നമുക്കവനെ സംശയിക്കാൻ വകുപ്പില്ല. ഇരുണ്ട ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്നിട്ടില്ലേ? അന്നൊക്കെ ദൈവം ആരാണെന്ന് നമുക്ക് തെളിയിച്ചും തന്നിട്ടില്ലേ? പ്രൈസ് ഗോഡ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, സത്യമായതും ഘനമായതും മാത്രമേ നാം നമ്മുടെ ചിന്തയിലേക്ക് കയറ്റിവിടാവുള്ളൂ. ഫീൽ യുവർ ഹാർട്ട് സ്ട്രെങ്തൻ ആൻഡ് റെസ്റ്റ് ആസ് യു ബിഗിൻ ടു സീ ഗോഡ് ക്ലിയർലി. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഉള്ളത് നാം വലുതായി കാണണം, നല്ലതായി കാണണം. പ്രൈസ് ഗോഡ്.
അങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് ബാറ്റിൽ, പ്രത്യേകിച്ച് മനസ്സിൻ്റെ യുദ്ധത്തിൽ ദൈവത്തിലെ ഇടപെടാൻ പോകരുത്. സ്റ്റാൻഡ് സ്ട്രോങ് എഗെയിൻസ്റ്റ് ദ സ്കീംസ് ഓഫ് ദ ഡെവിൾ. പറ്റുമോ? നമ്മുടെ തോട്ട്സിനെ എപ്പോഴും, നമ്മുടെ ചിന്തകളെ എപ്പോഴും റീഡയറക്റ്റ് ചെയ്ത് നിരാശയിൽ കൊണ്ടുവന്നിടാൻ ശത്രു ശ്രമിക്കും. പക്ഷേ വിട്ടുകൊടുക്കരുത്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യം പറയുന്നുണ്ട്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ കാൽച്ചുവടുകൾ, ദൈവത്തിൻ്റെ ഗൈഡൻസിൻ്റെ, ദൈവത്തിൻ്റെ ഗ്രേസിൻ്റെ, ദൈവത്തിൻ്റെ ഗുഡ്നെസ്സിൻ്റെ പാത നമുക്ക് പിൻപറ്റാമേ. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കൃപയിൽ നീ ഞങ്ങളെ സൂക്ഷിക്കണമേ. ആങ്സൈറ്റിക്കും ഡിപ്രഷനും ഒന്നും ഞങ്ങളിൽ സ്ഥാനം കൊടുക്കാതെ മുന്നോട്ട് ജീവിപ്പാൻ ആവശ്യമാകുന്ന സ്വർഗീയ കൃപ നീ ഞങ്ങൾക്ക് തരണം. പ്രാർത്ഥന ഘടനാൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.